ദേ നിഷ്കളങ്കമായ ഒരു ചോദ്യോത്തരം കേൾക്കാം. ചോദിക്കുന്നത് സ്മൃതി പരുത്തിക്കാട്, മറുപടി പറയുന്നത് കേരളത്തിലെ വളരെ നിഷ്കളങ്കമായ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയയായ നമ്മുടെ ശൈലജ ടീച്ചറാണ്. കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധമില്ലാത്ത, പിന്നെ തന്നെക്കുറിച്ച് വളരെ മോശമായ വീഡിയോകൾ ചിലർ പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് മലക്കം പറഞ്ഞ, തൊഴിലുറപ്പ് പദ്ധതിയുടെ ചരിത്രം ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് പുറത്തു വന്നപ്പോൾ പിന്നെ അത് പറഞ്ഞ് വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തിയ ടീച്ചറമ്മയുടെ മനോഹരമായ ഒരഭിമുഖം. ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് പറ്റുന്ന വീഴ്ചകളുമായി ബന്ധപ്പെട്ടും വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ സച്ചിദാനന്ദ മാഷ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ തന്നെയും നേതാക്കളുടെ ധാർഷ്ട്യം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി പറയുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പെൺകുട്ടി സെൽഫി ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല, പക്ഷെ സെൽഫി ചോദിച്ചതല്ല എന്ന രൂപത്തിൽ പിന്നീട് ചർച്ച വരികയാണ്. പക്ഷെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാറി നിൽക്കൂ എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ആ ദൃശ്യങ്ങൾ തരുന്ന ചില സൂചനകളുണ്ടല്ലോ, അത് ഒരു തവണയല്ല പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. വെള്ളാപ്പള്ളി ഇവിടെ വർഗീയ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയാതിരിക്കുകയും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ പിന്നീട് വരികയും ചെയ്യുക, ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്നോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്നോ പ്രതീക്ഷിക്കുന്നതല്ല. അപ്പൊ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളല്ലേ? അതായത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്, നിങ്ങളുടെ ചാനലടക്കം സ്മൃതി അടക്കം. അതായത് ഇടതുപക്ഷത്തിന്റെ ഭരണം ഈ കേരളത്തിലുണ്ടാക്കിയ വമ്പിച്ച മാറ്റമുണ്ട് ജനങ്ങളുടെ. അയിത്താചരണം മുതൽ അവസാനിപ്പിച്ചത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടല്ലേ. നമ്മൾ ആ ഭൂപരിഷ്കരണവും അത് സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസും ഒന്നും അന്ന് കൊണ്ടുവന്നിരുന്നില്ലെങ്കിൽ ഉത്തരേന്ത്യയെ പോലെ ഇന്നും സവർണരുടെയും സമ്പന്നരുടെയും കയ്യിലായിരിക്കുമായിരുന്നില്ലേ കേരളത്തിലെ ഭൂമി. കേരളത്തിലെ ഇടതുപക്ഷത്തെ എകഴ്ത്താൻ ഒരു ചെറിയ സാധനം കിട്ടുമെങ്കിൽ അത് പർവ്വതീകരിച്ച് നിങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാരെ സ്വഭാവദൂഷ്യമുള്ളവരാക്കുന്നു, ഗൗരവക്കാരാക്കുന്നു, മനുഷ്യരോട് മാറ്റുന്നു. കേട്ടില്ലേ എന്താ ഒരു പെരുമാറ്റം? മുഖ്യമന്ത്രി എന്താ ചെയ്തത്? നമ്മൾ പറയേണ്ടത് ഈ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതിന് തല്ലുകൊണ്ട് പോരാട്ടം നടത്തിയ ഒരാളാ കേരളത്തിന്റെ മുഖ്യമന്ത്രി. തലശ്ശേരിയിൽ വർഗീയ ലഹളി ഉണ്ടായപ്പോ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് അവിടെ മുസ്ലിം വീടുകളിലടക്കം കയറി ചെന്ന് CITUവിന്റെ സഖാക്കളും കൂടി RSSന്റെ ആ ലഹളി അവസാനിപ്പിച്ചിട്ട് ആളുകൾ മരിച്ചു പോകാതെ സംരക്ഷിച്ചത്. നിങ്ങൾ പറയില്ല, തലശ്ശേരിയിലെ കുടുംബങ്ങൾ പറയും. മുഖ്യമന്ത്രി എന്ന് പറയുമ്പം നല്ല തിരക്കുള്ള ആള് തന്നെയാണ് അല്ലെ? ഏത് മുഖ്യമന്ത്രി ആയാലും തിരക്കുണ്ടാവുമല്ലോ, ഉണ്ടാവും. പിണറായിയുടെ ഒരു പ്രത്യേകതയുണ്ട്. പിണറായി അങ്ങനെ ഒരുപാട് സമയം എടുത്ത് ഒരു മീറ്റിങ്ങുള്ള സ്ഥലത്ത് തങ്ങിയിട്ട് അങ്ങനെ പോകുന്ന ഒരാളല്ല കേട്ടോ. എന്ന് വെച്ച് പിണറായി ഒരു കുട്ടി കയറി വരുന്നു, ആ കുട്ടി ഓമനിക്കാറുണ്ട്, അതിനോട് സ്നേഹപൂർവ്വം പെരുമാറാറുണ്ട്. എന്നാൽ കപടമായി എല്ലാവരോടും വെറുതെ ഇങ്ങനെ നടന്ന് അതിന് അദ്ദേഹത്തിന് സമയമില്ല. ആ സ്റ്റേജ് കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്നത് അടുത്തൊരു പരിപാടിക്കാണ്. അവിടെ ഈ കുട്ടി വന്ന് സംസാരിച്ചു, ചിരിക്കുന്നതാണല്ലോ നിങ്ങൾ കൊടുത്ത ഫോട്ടോയിൽ തന്നെ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്തോ ഒരു കുട്ടി മാത്രമേ ചിരിക്കുന്നുള്ളൂ. അല്ലല്ല, മുഖ്യമന്ത്രി ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ കണ്ടതാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി ഇങ്ങനെ ഒരുപാട് ചിരിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ പറയട്ടെ, മനുഷ്യർ പലതരത്തിലുണ്ട്. ചിലരും തലയുകൊണ്ട് ഇങ്ങനെ കാണിക്കും, ചിലര് അടുത്ത് വന്നാലൊന്ന് കെട്ടിപ്പിടിക്കും. അത് വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കെട്ടിപ്പിടിച്ച ആൾ ഏറ്റവും നല്ലതും ഒന്ന് തലകൊണ്ട് കാണിച്ച ആൾ മോശമൊന്നും വ്യാഖ്യാനിക്കരുത്, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു നിവേദനം PAയുടെ കയ്യിൽ കൊടുത്തിരുന്നു, ഈ ഫോണിൽ അതുണ്ട്, അത് കാണിച്ചിട്ട് ഞാൻ ഈ നിവേദനം അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. ഫോട്ടോ എടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് അതിന്റെ ചെറിയ വോയിസ് ഉണ്ട്, നിങ്ങൾ പിടിച്ചെടുത്തിട്ട് കൊടുക്കുമായിരുന്നു. ഞാൻ ചോദിച്ചിട്ടില്ല, ഇത് കാണിച്ചിട്ട് ഞാൻ ഇതവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ അവിടെ സെൽഫി എടുക്കാൻ ചോദിക്കില്ല. കാരണം മുഖ്യമന്ത്രി തിരക്കായി പോന്നെടുക്കുന്ന സാധാരണ നമ്മളോടെല്ലാം ചോദിക്കുമ്പോൾ ഓടി വന്നിട്ട് ഒരു സെൽഫി എടുക്കട്ടെ എന്നൊന്നും സാധാരണ. ടീച്ചറെ, അങ്ങനെ ഒരു സെൽഫി ആ സമയത്ത് എടുക്കാൻ ചെന്ന് ആവശ്യപ്പെടുന്നത് ഒരു ഉചിതമായ കാര്യമല്ല. അതിന് മുഖ്യമന്ത്രി പ്രതികരിച്ചതിൽ ഞാൻ വ്യക്തിപരമായി തെറ്റൊന്നും പറയത്തില്ല. കാരണം ഒരു വേദിയിൽ പ്രസംഗിക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ വഴിയിൽ നിന്ന് ഒരു മൊബൈൽ കൊണ്ടുവന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുക, അതിന് അദ്ദേഹം തയ്യാറായില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ക്വാളിറ്റിയായി തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതിന് ഇതുപോലൊരു കഥ ചമച്ച് അതിനെ വേറൊരു ഡൈവേർഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. PS-നൊരു പെറ്റീഷൻ കൊടുത്താൽ അതിൻ്റെ കോപ്പി മൊബൈലിൽ ഇട്ടിട്ട് മുഖ്യമന്ത്രിയെ കാണിക്കാൻ വേണ്ടി ദാണ്ട മൊബൈലിൽ കൊടുത്തത് ഇതാണ് എന്ന് പറയാമെന്നതാണ് എന്നൊക്കെ പറയുന്നത് എന്താ ടീച്ചറേ ഇത്? വല്ലാത്തൊരു വർത്തമാനവും വല്ലാത്തൊരു പറച്ചിലുമാണ് അക്കാര്യത്തിൽ പറഞ്ഞത്. ഇനി അതിനേക്കാൾ രസകരമായ വർത്തമാനം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയത്തിലാണ്. നമ്മുടെ നാട് നല്ല സൗഹാർദ്ദമുള്ള നാടാണ്, കേട്ടില്ലേ? മതസൗഹാർദ്ദം. ആ സൗഹാർദ്ദത്തെ പൊളിക്കാൻ മത
വർഗീയവാദികളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. കേട്ട്, ഞങ്ങൾ എന്തിനാ RSSനെ എതിർക്കുന്നത്? അതിലെ വ്യക്തികളെല്ലാം, ഞങ്ങളുടെ എല്ലാം വീടിന്റെ അടുത്തുള്ള ആളുകൾ എന്നും കാണുമ്പോൾ ലോക്യം പറയുന്നവരാ അവര്. വ്യക്തിപരമായിട്ട് അവരോട് ഒരു എതിർപ്പുമില്ല. എന്തിനാ എതിർക്കുന്നത്? RSSന്റെ രാഷ്ട്രീയത്തെയാണ്. ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാക്കണം എന്നുള്ള വാദത്തെയാണ്. ജമാഅത്തെ ഇസ്ലാമി, അതിൽ അംഗങ്ങളായിട്ടുള്ള പലരും നമ്മുടെ എല്ലാം അടുത്തുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് അതിനകത്തുള്ളത്. പക്ഷെ എന്തിനാ എതിർക്കുന്നത്? ഇസ്ലാമിലൂടെ മാത്രമേ മോചനമുള്ളൂ എന്ന് അവർ പറയുകയാണ്. ഇത് രണ്ടും അപകടകരമാണ് ഇന്ത്യയിൽ. ആ അപകടകരമായ ആളുകളോട് സന്ധി ചെയ്യാൻ UDFന് യാതൊരു മടിയുമില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ മുസ്ലിം സമുദായത്തിനകത്തുള്ള സുന്നി വിഭാഗവും എല്ലാം സാമുദായിക സംഘടനകളാണ്. അവർ വർഗീയവാദികളല്ല. എൻ്റെ ടീച്ചറെ, ഇതിനല്ലേ ഇന്ന് നമ്മുടെ ജി സുധാകരൻ സഖാവും പാലൊളി മുഹമ്മദ് കുട്ടി സഖാവും കൃത്യമായി മറുപടി പറഞ്ഞത്? ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിരുന്നെന്നും ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് സഹകരിച്ചതെന്നും ഒക്കെ പറഞ്ഞത്. ഇത് മെനഞ്ഞാന്നോ നാലാവുന്ന ആളാണോ ഇസ്ലാമിൻ്റെ മോചനം, എന്താ പറയുന്നത്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞത് ഇന്നലെ മെനഞ്ഞാന്നോ കണ്ടാണോ? കഴിഞ്ഞ കൊല്ലമാണോ? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ഇത് പറഞ്ഞതിന് ശേഷം അവരെ എടുത്തുകൊണ്ട് നടന്ന് രണ്ടുപേരും കൂടി ചേർന്ന് സന്തോഷമായിട്ട് നിന്ന ഒരു കാലഘട്ടത്തെയൊക്കെ അവഗണിച്ച് ഇപ്പോൾ പുതിയതായിട്ട് നടക്കുന്ന പോലെ പ്രാസ ഒപ്പിച്ച് കള്ളം പറയുന്നല്ലോ എൻ്റെ നിഷ്കളങ്ക ടീച്ചറെ. തീർന്നില്ല, ബാക്കിയൂടെ കേട്ടോളൂ. ഇനി അവർ പറയുന്നതിൽ എന്തെങ്കിലും സുമതി ഇപ്പൊ പറഞ്ഞ പോലെ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം. പക്ഷെ ഇതിനെ രണ്ടിനെയും ഒരേ തൂവൽ പക്ഷികളായിട്ടല്ല കാണേണ്ടത്. കേട്ടോ, സാമുദായിക സംഘടനകൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ വിമർശിക്കാം. പക്ഷെ അവരൊരു വർഗീയവാദപരമായ സംഘടന പറയുന്നത് പോലെ ഈ നാട്ടിൽ വർഗീയ കലാപം അഴിച്ചുവിടാൻ മാത്രമുള്ള വലിയ അപകടകരമായ കാര്യങ്ങളാവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ RSSനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്, പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നല്ല ഇസ്ലാമിയുടെ പിന്തുണയൊന്നും സ്വീകരിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, ചില ഘട്ടങ്ങളിൽ ആരും പറയാതെ തന്നെ ഞങ്ങൾ ഇവർക്കാണ് വോട്ട് ചെയ്യുന്നത് ചിലർ പറയാറുണ്ട്. കേട്ടില്ലേ? ഞങ്ങൾ അറിയില്ല, പിന്തുണ തേടിയിട്ടില്ല, ഒരുമിച്ച് നിന്നിട്ടില്ല. ഞാൻ കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോ എന്റെ ഒരു പോസ്റ്റ് ഇട്ടു ഒരാള്, എന്റെ വീട്ടിൽ വന്നിട്ട് ഉമ്മ കാപ്പി തന്നിരുന്നു. ആര്? വെൽഫെയർ പാർട്ടിക്കാരനാണെന്നാ പറഞ്ഞേ. ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാ? വെൽഫെയർ പാർട്ടിക്കാരന്റെ വോട്ട് ചോദിച്ചിട്ടല്ല. എല്ലാ വീട്ടിലും ഒരുപാട് വീടുകളിൽ കയറി അവിടെ ഒരാൾ വെൽഫെയർ പാർട്ടിയാന്ന് വെച്ചിട്ട് അയാളുടെ ഉമ്മ വെൽഫെയർ പാർട്ടിയാന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് എനിക്ക്? അവിടെ ഉമ്മയുടെ വോട്ട് എനിക്ക് വേണ്ടേ? അവർ തന്നിട്ടുണ്ടാവണം. അത്ര സ്നേഹമായിരുന്നു അവിടെ ചെന്നപ്പോ. കേട്ടില്ലേ? നല്ല സ്നേഹമായിരുന്നു. അതിന്റെ അർത്ഥം ഞാൻ വെൽഫെയർ പാർട്ടിക്കാരനുമായിട്ട് സംസാരിക്കാൻ പോയത് ആണെന്നല്ല. ടീച്ചറെ പറഞ്ഞേയില്ല. ഞാൻ പറയുന്നത് പാർട്ടി നേതാക്കൾ തന്നെ ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല നിലപാടുള്ള സംവിധാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ അതേ പിണറായി വിജയൻ ആണല്ലോ. കണ്ടില്ലേ അടുത്ത കള്ളം? പിണറായി വിജയൻ സഖാവ് പറഞ്ഞിട്ടുള്ളത് നന്നായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു സംഘടനയുടെ സ്വഭാവവും അവരുടെ എടുക്കുന്ന നിലപാടുകളും അവർ നൽകുന്ന പിന്തുണയുടെ ഒരു പ്രത്യേകതയും അടക്കം എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടീച്ചറമ്മ അതും സമ്മതിക്കുന്നില്ല. ഇനി അടുത്ത കേട്ടോളൂ. ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവരെന്നാ നടത്തുന്ന ഏതെങ്കിലും സാംസ്കാരിക പരിപാടിയിൽ പ്രാദേശികമായിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രത്തോളം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷെ ആശയപരമായി വെൽഫെയർ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവും RSSന്റെ ആശയവും ഞങ്ങൾ ഇടതുപക്ഷം എനിക്ക് ഞാൻ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടേ ഇല്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ. എന്താ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചത്? വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയെ കുറിച്ചൊരു പരാമർശം നടത്തി എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടായി. അപ്പോ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലയിലെ മുസ്ലിംസിനെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ലേ? മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ എങ്ങനെയുള്ളൂ മലപ്പുറത്തെ മുഴുവൻ മുസ്ലിങ്ങളെയാണ് വിമർശിക്കുന്നതെന്നുള്ള അർത്ഥം വരുന്നത്? ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണെന്ന്? ഏത് മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞതെന്ന് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുന്നു. പിന്നെ നമ്മൾ എന്തിനാ വിശ്വസിക്കണം? കേട്ടിരുന്നോ? പ്രതികരണം കേട്ടിരുന്നോ? ഞാനത് നേരിട്ട് കേട്ടിട്ടില്ല. നേരിട്ട് കേട്ടാൽ തന്നെ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ നേരിട്ട് എന്റെ ചെവി കൊണ്ട് കേട്ടില്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ മറ്റാരെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ മാത്രം. മലപ്പുറം ജില്ലയിലല്ലേ EMSന്റെ ഏലംകുളം മന. അത് തിരിച്ച് വെള്ളാപ്പള്ളിയോട് നമ്മൾ പറഞ്ഞു. അതെ. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ മലപ്പുറത്തുണ്ടായ ചില പ്രശ്നങ്ങൾ, എന്റെ സ്കൂളുകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ എല്ലാവർക്കും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്.
ഞാൻ മുസ്ലിം ജനസമൂഹത്തെ അല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെയാണ് എന്ന് പറയുമ്പോ അല്ല വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിങ്ങളെ മുഴുവനാണെന്ന് പറയേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താ? അദ്ദേഹമല്ലേ പറയുന്നത്. ഇനി അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഞാൻ ഈ മുസ്ലിം സമുദായത്തെ മുഴുവനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ അതിനെ എതിർക്കും. ടീച്ചർ ഇത്ര നിഷ്കളങ്കമായി ഇതിനെ കാണാതിരിക്കും. ഒന്നാമത്തെ കാര്യം, നായാടി മുതൽ നസ്രാണി വരെ എന്ന ഒരു ആഹ്വാനം തന്നെയും മുസ്ലിം വിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് നസ്രാണി വിഭാഗത്തെ കൂടെ ചേർക്കാൻ തീരുമാനിച്ചത്? അല്ല, അദ്ദേഹത്തിന്റെ വാചകമാണ് അവരെ പേടിക്കണ്ടേ എന്നൊരു വാചകം പറയുന്നത്. അവരെ എന്ന് പറയുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ അങ്ങനെ പറയുന്ന വെള്ളാപ്പള്ളി അത്ര നിഷ്കളങ്കമായി മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നത്. നമ്മുടെ നാട് നല്ല സൗഹാർദ്ദമുള്ള നാടാണ്. കണ്ടില്ലേ എത്ര പച്ചയായിട്ടാണ് ഒരു സത്യത്തെ വളച്ചൊടിക്കുന്നത്. അതിൽ ജി സുധാകരൻ പറഞ്ഞതാണ് നിലപാട്. സുധാകരൻ പറഞ്ഞില്ലേ, നാളെയും കേരളത്തെ വേണം, നാളെയും കേരളത്തിൽ രാഷ്ട്രീയം വേണം, നാളെയും കേരളത്തിൽ മനുഷ്യർ വേണം. അതുകൊണ്ട് ഈ പ്രസംഗം കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം ചോദിക്കുന്നൊരു ചോദ്യമാണ് ശൈലജ ടീച്ചറുടെ നിഷ്കളങ്കത എന്ന് പറഞ്ഞിട്ട്. ആ നിഷ്കളങ്കതയൊന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾക്ക് വിലയിരുത്താം.